സുഖല്ലേ എല്ലാവർക്കും? ഇന്നത്തെ എൻ്റെ ഇരിപ്പ് കാണുമ്പോൾ തന്നെ അറിയാലോ, എന്ന് വർത്തമാനം പറയാനാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ അങ്ങനെ തന്നെ പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഒരു ദിവസത്തെ ഗ്യാപ്പിലല്ല ഞാൻ കുക്കിംഗ് വീഡിയോ ഇടാറ്. അപ്പം ഞാൻ കരുതി ബാക്കിയുള്ള ദിവസം എനിക്ക് ഇങ്ങനെ ഇരുന്ന് അങ്ങനെ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ സംസാരിക്കാം, അപ്പോഴല്ലേ നമ്മൾ നല്ലൊരു ഫ്രണ്ട്ലി ആവുള്ളൂ എന്ന് തോന്നി. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ വന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഇടയ്ക്ക് എന്നെ പഴയ ഫ്രണ്ട്സ് വിളിച്ചിട്ട് വർത്തമാനങ്ങൾ പറയാറുണ്ട്. അപ്പോൾ അവരവരുടെ സങ്കടങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പോൾ അവരിങ്ങനെ വളരെയധികം അങ്ങനെ എന്താ പറയുക, ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ഒക്കെ ആകുമ്പോൾ ഞാൻ അവരെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരാറുണ്ട്. ചിലപ്പോൾ അവരിങ്ങനെ പറയാറുണ്ട്, എന്താ പറയുക, നീ അങ്ങനെ പറഞ്ഞ കാരണം ഞങ്ങൾക്ക് ഭയങ്കര എനർജി കിട്ടി, എന്താ പറയുക, പിന്നെ അത് ശരിയായി എന്നൊക്കെ പറഞ്ഞു. പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ അവർ വിളിക്കാറുണ്ട്, അത് വേറെ കഥ. അപ്പോഴും ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന തരത്തിൽ അവരെ മോട്ടിവേറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്, അതിന് റിസൾട്ട് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇന്നലെ തോന്നി. ഇപ്പം ഞാൻ ഇന്നലെ വെറുതെ കിടന്ന് നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ അവിടെ അമ്മ വന്നിട്ട് നമ്മളിങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ സ്കൂളിലത്തെ കഥകളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് നല്ല രസമുണ്ടല്ലോ. അപ്പോൾ ഇതൊരു സ്റ്റോറി ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞാലോ എന്ന് തോന്നി. നിങ്ങൾക്കത് കേൾക്കുമ്പോൾ ബോറടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം കേട്ടോ, ഞങ്ങളിതൊന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന്. അപ്പം ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇതിപ്പോൾ എൻ്റെ സ്റ്റോറി ചെയ്തുകൊണ്ട് കഥയല്ല. അപ്പോൾ എൻ്റെ തന്നെ സ്റ്റോറി ചെയ്തുകൊണ്ട് ചിലപ്പോൾ അത് ഞാൻ വിചാരിച്ച പോലെ നിൽക്കുമെന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ ലോങ് ആയി പോകും. നമ്മൾ അങ്ങനെയാണല്ലോ, എന്താ പറയുക, കഥ തുടങ്ങി കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ 1-2 ട്രിപ്പായിട്ട് കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ കഥയിലേക്ക് കിടക്കാം അല്ലേ. അപ്പം എൻ്റെ വീടൊക്കെ വരന്തരപ്പള്ളിയിലാണെന്നൊക്കെ ഞാൻ ഓണ ടൈമിൽ ഞാൻ പറയലൊക്കെ ഉണ്ടായില്ലേ. അങ്ങനെ വരന്തരപ്പള്ളിയിലാണ്, ഒരു ഗ്രാമത്തിലാണ്, പുഴയൊക്കെ കടന്നിട്ടുള്ളൊരു വീടാണ്. ഓക്കെ. അപ്പോൾ ആ നാട്ടിൽ എല്ലാവരും സ്കൂൾ ടൈമിൽ കേട്ടോ, ആ കഥ അവിടെ നിന്ന് തുടങ്ങിയാലാണ് ഇതിലേക്ക് എത്തിയാൽ ശരിയാവുള്ളൂ. അപ്പോൾ എന്താ പറയുക, ഹെഡിങ് വായിച്ചല്ലോ, കലാതിലകമാവുക എന്നൊക്കെ പറയുമ്പോൾ അതിലേക്ക് എത്തണമെങ്കിൽ ഞാൻ ഒന്നുമല്ലായിരുന്നു ആദ്യം പറയണം. കാരണം വീട്ടിൽ അമ്മ അത്യാവശ്യം പാട്ടും അതൊക്കെ ഉള്ള കൂട്ടത്തിൽ തന്നെ എഴുതും. മീൻസ് സീക്രട്ട് ആയിട്ടില്ല. മീൻസ് സ്കൂളിൽ പ്രോഗ്രാമിനൊക്കെ അമ്മ പങ്കെടുത്തിരുന്നല്ലോ, അങ്ങനെ ഒരുപാട് ഇതൊന്നും ആയില്ല. അത് കഴിഞ്ഞാൽ അച്ഛനും അത്യാവശ്യം കലാപരമായ ഫീൽഡ് നല്ലോണം ഉണ്ടായിരുന്നു. പിന്നീട് അച്ഛൻ മിലിറ്ററിയിലൊക്കെ ചേർന്നു, പിന്നെ KVയിൽ ജോലി കിട്ടി, ഇപ്പോൾ റിട്ടയർ ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ ചെറുപ്പത്തിൽ ഭയങ്കര ആക്റ്റീവായിരുന്നു കലാപരമായ ഫീൽഡിലെ എല്ലാത്തിലും. പക്ഷെ ഞാൻ എന്താ പറയുക, യാതൊരുവിധ പാട്ട് കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ല, അത്രയും ഞാനും കാണിച്ചിരുന്നുള്ളൂ. പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, അതുപോലെ ഒരു പ്രോഗ്രാം കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ, അല്ലാണ്ട് എക്സ്ട്രാ ഇതൊന്നും ഞാനൊന്നും കാണിച്ചിരുന്നില്ല. അപ്പോൾ സാധാരണ പോലെ ഇപ്പോൾ 1ാം ക്ലാസ് തൊട്ട് 4ാം ക്ലാസ് വരെ നമ്മുടെ അവിടെ സെൻറ്റ് ജോൺ ബോസ്കോ LP സ്കൂൾ എന്ന് പറയുന്ന വരന്തരപ്പള്ളി, അവിടെയാണ് പഠിച്ചത്. പിന്നെ 5 to 7 നമ്മുടെ ജനത UP സ്കൂള്, 8 to 10 പള്ളിക്കുന്ന് സ്കൂള്, ഇങ്ങനെ 3 സ്കൂളിലായിട്ടാണ് പഠിച്ചത് കേട്ടോ. അപ്പോൾ അതിൽ 1 to 4 കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വേണമെങ്കിൽ പള്ളിക്കുന്നത്ത് നമുക്ക് 5 to 10 വരെ പഠിക്കാം. പക്ഷെ ഞങ്ങളുടെ നാട്ടിലെ എല്ലാവരും, എൻ്റെ കസിൻസും ഞങ്ങളുടെ നാട്ടിലെ എല്ലാവരും ജനതയിൽ പോയി അവിടെ 3 കൊല്ലം കഴിഞ്ഞിട്ട് തന്നെയാണ് അങ്ങോട്ട് പോയിരുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാനും എൻ്റെ ചേട്ടന്മാരും പിന്നെ ഒക്കെ അങ്ങനെയായിരുന്നു. ഞാനും എന്നെയും അമ്മ അങ്ങനെ തന്നെ ചേർത്തി. എന്താ പറയുക, അവിടെ ആ സ്കൂളിലാണെങ്കിൽ എൻ്റെ ഒരു വല്യമ്മ അവിടെയാണ് വർക്ക് ചെയ്തിരുന്നത്, ടീച്ചറായിരുന്നു. പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഇല്ലത്തെ എന്താ പറയുക വത്സല ടീച്ചറും അവിടെയായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് കൂടുതൽ അവിടെയല്ലേ പ്രയോറിറ്റി വരിക. അങ്ങനെ അവിടെ ചേർന്നു. അപ്പോൾ 4ാം ക്ലാസ് വരെ പ്രത്യേകിച്ച് സംഭവബഹുലമായ കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല. സാധാരണ പോലെ ഞാൻ സ്കൂളിൽ പോയി വന്നു, അങ്ങനെ കളി അതൊക്കെ തന്നെയായിട്ട് പോയി. ഇത് കഴിഞ്ഞ് 5th ഞാൻ എന്നെ ചേർത്തിയിട്ട് വരുന്ന വഴിക്ക് എൻ്റെ അമ്മ പറഞ്ഞു, അത് ഈ ചേട്ടന്മാരൊക്കെ പഠിച്ച സ്കൂളാണ്, അവരൊക്കെ അവിടെ അങ്ങനെ ടോപ്പാണ്, ആ ചേച്ചിമാർ ഇപ്പോൾ വത്സല ടീച്ചർ മക്കളായാലും എല്ലാവരും നല്ല ടോപ്പിൽ പോകണം. അപ്പോൾ മോശം അവരത് കേട്ടോ, അന്നങ്ങനെ മോശമൊന്നും അല്ലായിരുന്നു കേട്ടോ. അപ്പോൾ പഠിക്കണം നല്ലോണം എന്നുള്ളത് അങ്ങനെ അമ്മ പറഞ്ഞു. അപ്പോൾ ഓക്കെ, നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് സ്കൂളിൽ ചേരുമ്പോൾ അപ്പോൾ വല്യമ്മയ്ക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. കാരണം ചന്ദ്രൻ്റെ മോള്, ചന്ദ്രശേഖരൻ എന്നാണ് കേട്ടോ അച്ഛൻ്റെ പേര്. ചന്ദ്രൻ്റെ മോൾ, അച്ഛൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ ദി സ്പോട്ട് ആ സ്കൂളിൽ അച്ഛൻ പഠിക്കുന്ന സമയത്ത് കയറിയിട്ട് കഥാപ്രസംഗം ഓൺ ദി സ്പോട്ട് പറഞ്ഞ ആളാണ് അച്ഛൻ. അതുപോലെ നാടകം, അങ്ങനെ കുറേ കാര്യങ്ങളിൽ അച്ഛൻ ഭയങ്കര ആക്റ്റീവായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ മോൾ എന്നുള്ള നിലയ്ക്കാണ് എന്നെ കാണുന്നത്. എനിക്കിതിവിടെ അടുത്ത് കൂടെ പോയിട്ടില്ല. അപ്പോൾ അങ്ങനെ ആണ്. അപ്പോൾ വല്യമ്മ എന്നോട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എന്താ പറയുക, അങ്ങനെ അവരൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അവർക്ക് ഞാൻ എന്ന് പറയുമ്പോൾ. അങ്ങനെ ആ പ്രതീക്ഷകളെല്ലാം ഞാൻ വളരെ മനോഹരമായി തകർത്തു. കാരണം യൂത്ത് ഫെസ്റ്റിവൽ വന്നു കേട്ടോ. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചേർന്നു, യൂത്ത് ഫെസ്റ്റിവൽ വന്ന് പഠിക്കാനൊന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. 5ലൊന്നും വലിയ കുഴപ്പമില്ല, 5 to 7 കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ അതും ഞാൻ പിന്നെ പറഞ്ഞുതരാം.
അപ്പോൾ യൂത്ത് ഫെസ്റ്റിവൽ വന്നു. അപ്പോൾ എനിക്കങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല പേര് കൊടുക്കാനോ പങ്കെടുക്കാനോ. അപ്പോൾ വലിയ നീ എന്താ ഒന്നിനും പേരൊന്നും കൊടുക്കാത്ത, പേര് കൊടുക്കുക, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, അങ്ങനെ മടി പിടിച്ചൊന്നും നടന്നാൽ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വല്യമ്മ പറഞ്ഞിട്ടാണ് ഞാൻ മലയാളം രജിസ്ട്രേഷന് പേര് കൊടുത്തു. അപ്പോൾ ഹിന്ദി, സംസ്കൃതമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ സംസ്കൃതം രജിസ്ട്രേഷനൊക്കെ പേര് കൊടുക്കാം. അപ്പോൾ എനിക്ക് ഹിന്ദി എനിക്ക് അത്ര താല്പര്യം തോന്നില്ല. വല്യമ്മ ഹിന്ദി ടീച്ചറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വല്യമ്മ ഹിന്ദി പോയാൽ എനിക്ക് തരാം, എന്നെ പഠിപ്പിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ ഒരെണ്ണം. നമ്മൾക്ക് അന്നൊന്നും ഇത്ര വലിയ കോമ്പറ്റീഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം ഞാൻ എനിക്ക് ഹിന്ദി അത്ര താല്പര്യം തോന്നിയില്ല. ഞാൻ സംസ്കൃതം പേര് കൊടുത്തു. അങ്ങനെ മലയാളം സംസ്കൃതം പദ്യത്തിന് പേര് കൊടുത്തു. അങ്ങനെ പേര് കൊടുത്തു. മലയാളം പദ്യം നമ്മുടെ അമ്മയാണ് പഠിപ്പിച്ചു തന്നത്. അമ്മ പഠിക്കുന്ന സമയത്തുള്ള പച്ചയാം വിരിപ്പിട്ട സഹ്യനിൽ തല വെച്ചും സ്വച്ഛാബ്ദി മണൽ തിട്ടാം പാദോപധാനം പൂണ്ടും. ഇതാണ് തുടക്കം. അറിയാലോ, സഹ്യൻ്റെ മക്കൾ. അതെനിക്കപ്പോൾ ഭയങ്കര ഇഷ്ടം. എനിക്ക് നല്ല ഇഷ്ടമായി, കവിത നല്ല ഇഷ്ടമായി. അപ്പം ഇതേ ട്യൂൺ തന്നെയാണ് കേട്ടോ. അമ്മ പഠിച്ച ആ ട്യൂൺ അമ്മ എനിക്കും പകർന്നു തന്നു. ആ ട്യൂൺ അപ്പം ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് സഹ്യൻ്റെ മക്കൾ എന്ന കവിത, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പം എനിക്കത് ഭയങ്കര ഒരു സ്പിരിറ്റായിട്ട് തോന്നി. നല്ല സംഭവമാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ സംസ്കൃതം പദ്യത്തിന് പേര് കൊടുത്തത് എനിക്കത് അത്രയ്ക്ക് അങ്ങോട്ട് ഇതില്ല. പക്ഷെ എനിക്ക് ടീച്ചറെ ഭയങ്കര ഇഷ്ടമായിരുന്നു, സതി ടീച്ചർ. അപ്പം അങ്ങനെ എനിക്ക് തോന്നി ടീച്ചറുടെ മുന്നിൽ ഒന്ന് ഷൈൻ ചെയ്യാൻ കിട്ടുന്ന ചാൻസ് അല്ലേ, അപ്പോൾ പേര് കൊടുക്കാം. പിന്നെ അവിടെ എല്ലാവരും അനുവപ്പിള്, വിദ്യോപ്പിളൊക്കെ സംസ്കൃതം എല്ലാവരും ഭയങ്കര ആക്റ്റീവായിരുന്നു. അപ്പോൾ അവരെനിക്ക് തരും, പദ്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പഠിപ്പിച്ചു തരും. അപ്പം അങ്ങനെ അനുവപ്പിള്ള അന്ന് തൊട്ട് ഞാൻ സംസ്കൃതം എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ, സംസ്കൃത ടെക്സ്റ്റിൽ തന്നെ ചെറിയൊരു ഇത് അത്ര തന്നെ നോക്കിയുള്ളൂ കേട്ടോ. എന്നിട്ട് അങ്ങനെ യൂത്ത് ഫെസ്റ്റിവൽ ആവാറായി. ഇപ്പോൾ 12 വരെയാണ് കേട്ടോ ഞാൻ ഈ സഹ്യൻ്റെ മക്കൾ പഠിച്ചിരിക്കുന്നത്. വെറും വളരെ കുറച്ച് ലൈൻസേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. അത്രേ ആവശ്യമുള്ളൂ. അന്ന് അങ്ങനെയാണ്, അതിൻ്റെ ടൈം ലിമിറ്റും അങ്ങനെയൊക്കെ അങ്ങനെയാണ്. അങ്ങനെ അതൊക്കെ പഠിച്ച് ഞാൻ യൂത്ത് ഫെസ്റ്റിവലായപ്പോൾ വല്യമ്മ ഒരുപാട് പ്രതീക്ഷയോടെയാണ് കേട്ടോ. അത് വല്യമ്മയുടെ കുട്ടി എന്നുള്ള, ഞാനാണെങ്കിൽ അവിടെ എൻ്റെ വല്യമ്മ ടീച്ചറാണ്, നമുക്കറിയാലോ അങ്ങനെയൊക്കെ കുട്ടികളല്ലേ, പത്രി അങ്ങനത്തെ ചിന്തകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാനും അത് ഇത്തിരി മുതലാക്കിയിരുന്നു. അങ്ങനെ അപ്പോൾ എൻ്റെ വിചാരം എൻ്റെ വല്യമ്മ അവിടെ ടീച്ചറാണ്, ഞാൻ വലിയ പുള്ളിയാന്നൊക്കെയാണ് എൻ്റെ വിചാരം. ആർക്കും വലിയതൊന്നുമില്ല. അത് കഴിഞ്ഞ് വല്യമ്മയ്ക്ക് പക്ഷേ എൻ്റെ കുട്ടി, വല്യമ്മയുടെ കുട്ടി എന്നുള്ള ഒരു ഇതിൽ വല്യമ്മ ഒരു എന്താ പറയുക എക്സ്ട്രാ ഇങ്ങനെ നമ്മളെ ഒന്ന് പുഷ് ചെയ്തു. എന്നിട്ട് മക്കളെ യൂത്ത് ഫെസ്റ്റിവലായി. അപ്പം എനിക്ക് അതുവരെ ഇല്ലാത്ത എന്തോ ഒരു ടെൻഷനും ആണോ എന്ന് എനിക്ക് അന്നറിയില്ല കേട്ടോ. അപ്പോൾ വല്യമ്മ എന്നോട് ചോദിച്ചു, രാവിലെ പോകുമ്പോൾ എന്നോട് ചോദിച്ചു, നിനക്ക് പേടിയുണ്ടാവും ചോദിച്ചു. ഇല്ലാന്നു. അതായത് ഞങ്ങൾ ഒരു ടീമായിട്ടാണ് പോവുക സ്കൂളിലേക്ക് നടന്നിട്ട്. വല്യമ്മയ്ക്ക് കാലിന് ഇത്തിരി വയ്യാത്ത വല്യമ്മ, അത് കാരണം വല്യമ്മ പുഴയൊക്കെ കടന്ന് ബസ് സ്റ്റോപ്പ് വരെ വല്യമ്മ ഉണ്ടാവുള്ളൂ. ഞാൻ വത്സല ടീച്ചർ ഉണ്ടാവും. വത്സല ടീച്ചർ കാത്ത് ഞങ്ങൾ പഠിക്കാൻ നിൽക്കും. വത്സല ടീച്ചർ വരും, കൂടെ അനുവപ്പിൾ ഉണ്ടാവും, വിദ്യോപ്പിൾ ഉണ്ടാവും. അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ ജോയിൻ ചെയ്യും. പിന്നെ കുറച്ചപ്പുറത്തുനിന്ന് സജി ജോയിൻ ചെയ്യും. അങ്ങനെ ഞങ്ങളൊരു ടീമാവും. അവിടേക്ക് എത്തുമ്പോൾ വല്യമ്മ ബസ് സ്റ്റോപ്പ് എത്തുമ്പോൾ നിൽക്കും, ബസ്സിലാണ് പോവുക. ഞങ്ങൾക്ക് നടന്നു പോകും. ഞങ്ങൾ 10-20 മിനിറ്റ് നടന്ന് വർത്താനൊക്കെ പറഞ്ഞ് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ടാണ് പോവുക. അന്നൊരു ഇതെല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും പോയിട്ടുണ്ടാവും. എന്നിട്ട് അപ്പോൾ വല്യമ്മ അങ്ങനെ പുഴയൊക്കെ കിടക്കുന്ന സമയത്ത് വല്യമ്മ ചോദിച്ചു, നല്ലോണം പാടിക്കോളൂ കേട്ടോ, എന്താ പറയുക, നിനക്ക് ടെൻഷനൊന്നും ഇല്ലല്ലോ. അപ്പം എന്ത് ടെൻഷൻ, എനിക്ക് എന്താന്ന് പോലും അറിയില്ല ടെൻഷൻ. അങ്ങനെ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കഥ നീണ്ടു പോണ ലക്ഷണമാണ് എൻ്റെ വർത്തമാനത്തിന് എനിക്ക് തോന്നണം കേട്ടോ. എന്നിട്ട് തല്ലെടുത്താരും എന്നെ. എന്നിട്ട് അങ്ങനെ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ ടൈമായിപ്പോൾ അവിടെ പ്രോഗ്രാംസൊക്കെ സ്റ്റാർട്ട് ചെയ്തു. മൈക്കിലൊക്കെ അനൗൺസ്മെൻറ്റൊക്കെ വന്നു തുടങ്ങിയപ്പോൾ എൻ്റെ ഹാർട്ട് ഇങ്ങനെ കിടന്ന് ഇടിക്കാൻ തുടങ്ങി. എൻ്റെ ഭഗവാനെ, ഞാൻ അത് സ്റ്റേജ് എന്നൊന്നും പറഞ്ഞാൽ അന്നങ്ങനെ സ്റ്റേജ് കെട്ടിയിട്ടൊന്നുമല്ല കേട്ടോ. ചെറിയൊരു യൂത്ത് ഫെസ്റ്റിവലാണ്. ഈ 3, 5, 6, 7 അതിൻ്റെ 2-3 ഡിവിഷൻ വെച്ചല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഇടയിൽ ഇങ്ങനെ പട്ടികയൊക്കെ വെച്ചിട്ടുള്ള ക്ലാസ് റൂമുകളുണ്ടല്ലോ, അങ്ങനെ ഒരു 3 ക്ലാസ് റൂം ചേർത്തിട്ടുള്ളത്. അവിടെ സ്റ്റേജൊന്നുമില്ല, ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് സ്റ്റേജായിട്ട്. ഇങ്ങോട്ട് നീങ്ങിയിട്ടാണ് കുട്ടികൾ ഇരുന്ന് തുടങ്ങണം, ഓഡിയൻസ് ഇരുന്ന് തുടങ്ങണം. അത്രയേ ഉള്ളൂ സംഭവം. എന്നിട്ടുള്ള സംഭവമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഹാർട്ട് അടിച്ചിട്ട് വയ്യാം. എനിക്ക് പേടിയായി തുടങ്ങി. എനിക്കിങ്ങനെ കയ്യും കാലൊക്കെ ഒരു തരം തണുത്ത് ആ ഒരു അവസ്ഥ എനിക്കിപ്പോഴും അത് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നെ അത്രയും ഓർമ്മയിൽ അത് നിൽക്കുന്നുണ്ടെങ്കിൽ അറിഞ്ഞൂടെ. എന്നിട്ട് ഞാൻ ടൈം ആവാറായി. അപ്പോൾ വല്യമ്മേനോട് ചോദിച്ചു, നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടായില്ല? പിന്നെ വല്യമ്മ എന്തിൻ്റെയൊക്കെ ജഡ്ജായിരുന്നു, ആളതിൻ്റെ തിരക്കിലേക്ക് പോയി. കുറച്ച് നേരം കഴിഞ്ഞ് കയറിനേക്കാളും മുന്നേ ഞാൻ ഈ പേപ്പറും പിടിച്ചിരുന്ന് ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുക. എനിക്ക് നല്ലോണം ബൈ ഹാർട്ടാണ്, പക്ഷെ എന്താണെന്ന് അറിയില്ല, തനിയെ അത് അടച്ച് വെച്ച് പാടിക്കഴിഞ്ഞ് 4 വരി കഴിഞ്ഞ് എനിക്കൊന്നും കിട്ടില്ല. അപ്പം ഞാൻ വീണ്ടും വായിക്കുക. അത് കഴിഞ്ഞിട്ട് സമയമായി, എൻ്റെ പേര് വിളിച്ചു. പേരാണോ ചെസ് നമ്പറാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അന്ന് പേരിനാണെന്നാണ് എനിക്ക് ഓർമ്മ കേട്ടോ. അങ്ങനെ വിളിച്ചു. ഞാൻ അങ്ങോട്ട് കയറി ചെന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ മുന്നിൽ മൊത്തം ഇരുട്ടാണ്.
മൊത്തം ഇരുട്ടായിട്ടാണ് എനിക്ക് കാണുന്നത്. എനിക്ക് അവിടെ ഇരിക്കണവരെ കാണുന്നില്ല. അപ്പം അങ്ങനെ മുന്നിൽ ഓഡിയൻസിനെ കാണുന്നില്ല. അങ്ങനെ ഞാൻ അവിടെ പോയി നിന്നു. മൈക്കിൻ്റെ മുന്നിൽ നിന്ന് മൈക്കൊക്കെ അറേഞ്ച് ചെയ്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. പച്ചയാ വിരിപ്പിട്ട സഹ്യനിൽ തലവെച്ചും സ്വച്ഛാബ്ദി മണൽ തിട്ട പാദോപദാനം പൂണ്ടും അവിടം വരെ എനിക്ക് കിട്ടും. ഒരു രക്ഷയില്ല. പിന്നെ എനിക്ക് കിട്ടില്ല. നിർത്തിപ്പോയില്ല. ഞാൻ വീണ്ടും തുടങ്ങി. അത് വീണ്ടും തുടങ്ങി. അപ്പം അമ്മ എനിക്കൊരു ടിപ്പ് പറഞ്ഞിരുന്നു. ചിലപ്പോൾ ബൈ ചാൻസ് നമുക്ക് ഒരു ലൈനൊക്കെ ചിലപ്പോൾ കാണാതെ പെട്ടെന്ന് നമുക്കൊരു ടെൻഷൻ കൊണ്ട് വിട്ടാൽ തന്നെ നമ്മളൊന്ന് റിപ്പീറ്റ് ചെയ്താൽ അത് കണ്ടിന്യൂ ചെയ്ത് നമുക്ക് കിട്ടും. അങ്ങനെയല്ലേ നമ്മളിപ്പോൾ ഉത്തരങ്ങളൊക്കെ അങ്ങനെ തന്നെയല്ലേ. നമ്മൾ ചിലപ്പം ഇടയിലൊന്ന് വിട്ടുണ്ടെങ്കിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്താൽ കിട്ടും. അപ്പം അവസാനം എത്തിയിട്ടല്ല, ഇടയിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ നീ അങ്ങനെ ചെയ്തോ എന്നിട്ട് നിർത്തിക്കോ എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പം നിർത്തി പോന്നു എന്നുള്ള ഒരു ഇത് വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ആ 2 വരി കഴിയും, വീണ്ടും തുടങ്ങും പച്ചയാൻ വിരിപ്പിട്ട്. അങ്ങനെ 3 തവണ റിപ്പീറ്റ് ചെയ്തപ്പോൾ വല്യമ്മയ്ക്ക് കാര്യം മനസ്സിലായി ഇത് ശരിയാവണോ മനസ്സിലാന്ന്. അപ്പം 3 തവണ കഴിഞ്ഞപ്പോൾ വല്യമ്മ എന്നെ വിളിച്ചു. ജഡ്ജസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്താ പറയുക, കിട്ടാണ്ടാണ് തോന്നണം, അപ്പോൾ ടെൻഷനായിട്ടാവും, മോള് പേപ്പർ എടുത്തിട്ട് പാടിക്കോളാം. അപ്പോൾ അവർ വിചാരം എൻ്റെ കയ്യിൽ പേപ്പർ ഉണ്ടാവുന്നുണ്ടാ. എൻ്റെ കയ്യിൽ പേപ്പറൊന്നുമില്ല, ഞാൻ ബുക്കിൻ്റെ ഇടയിലാണ് വെച്ചിരിക്കണേ. അപ്പം അതിൻ്റെ ഇടയിലുണ്ടായി. ഞാൻ പാടാൻ പോണേക്കാളും മുന്നേ ഞാൻ പോയി ചോദിച്ചു കേട്ടാ, ഞാൻ നോക്കി പാടിക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ വല്യമ്മ പറഞ്ഞു, നോക്കി പാടണോട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ എന്താ പറയുക, സമ്മാനം അതിനൊന്നും പരിഗണിക്കില്ല, പക്ഷെ എനിക്ക് സമ്മാനം വേണമല്ലോ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് പേപ്പർ എടുക്കാതെ പോയത്. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വന്ന് പേപ്പർ എടുത്ത് 2 തവണ ചൊല്ലി നോക്കി. പിന്നെ നമ്മൾ ലാസ്റ്റല്ലേ വീണ്ടും വിളിക്കുള്ളൂ. അങ്ങനെ എല്ലാവരെയും കഴിഞ്ഞ് വീണ്ടും ഞാൻ കയറി കഴിഞ്ഞിട്ട് ഈ പേപ്പർ പിടിച്ചിട്ട് ഇങ്ങനെ കിടന്നിങ്ങനെ വിറച്ചിട്ട് എനിക്ക് ഇങ്ങനെ ശരിക്കും വിറയ്ക്കുന്നുണ്ട്. കാണാൻ പറ്റണ്ട, ഒരു അക്ഷരം കാണണില്ല, വിറച്ചിട്ടാണ് കാണാത്തത്. നോക്കി വായിക്കാൻ പോലും എനിക്ക് പറ്റിയില്ല. വീണ്ടും ആ 2 വരി പാടി. അവസാനം ഞാൻ പറഞ്ഞു എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, പോയിക്കോ സാരില്ല. അങ്ങനെ ഞാൻ ഇറങ്ങിപ്പോകുന്നു. എൻ്റെ മക്കൾ, ഞാൻ ക്ലാസ്സിൽ വന്നിരുന്നിട്ട് എന്താ പറയുക, കരഞ്ഞു. എന്താ വെച്ചാൽ സങ്കടം സഹിക്കാൻ പറ്റില്ല, നാണക്കേടായില്ലേ. ഞാൻ ഇനി എങ്ങനെ വല്യമ്മയുടെ മുഖത്ത് നോക്കും, എങ്ങനെ വത്സല ടീച്ചറുടെ മുഖത്ത് നോക്കും, എങ്ങനെ മറ്റുള്ള എൻ്റെ ചേട്ടന്മാരൊക്കെ അവിടെ പഠിച്ചു പോയവരൊക്കെയാണ്. അപ്പോൾ എങ്ങനെ എല്ലാവരെയും ഞാൻ ഫേസ് ചെയ്യുക, എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ, വല്യമ്മയുടെ കുട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേര്, ആകെ നാണക്കേടായി സംഭവം. അപ്പോൾ വല്യമ്മ ഒന്നും പറഞ്ഞില്ല കേട്ടോ. വല്യമ്മ സ്കൂളൊക്കെ വിട്ടു. എനിക്കിങ്ങനെ മുഖത്തേക്ക് നോക്കാൻ ചമ്മലായിട്ട് വയ്യ കേട്ടോ. അപ്പോൾ വയസ്സിൽ ചിരിച്ചാ, എന്താ പറ്റിയത്, തന്നെയാ ടെൻഷനായത്, സാരില്ല കേട്ടോ എന്ന് പറഞ്ഞു. വല്യമ്മ അതായിട്ട് ആദ്യം എന്നെ കുറേ സമാധാനിപ്പിച്ചു. സാരില്ല കേട്ടോ, അതൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് പഠിക്കുക എന്നൊക്കെ പറഞ്ഞു. ഞാൻ അത് കഴിഞ്ഞിട്ട് വല്യമ്മ ഇങ്ങനെ ബസ് സ്റ്റോപ്പ് വരെ ഉണ്ടല്ലോ, തിരിച്ചു പോകുമ്പോഴും ഉണ്ടാവും, അങ്ങനെ നടക്കണ കൂട്ടത്തിൽ അങ്ങനെ പറഞ്ഞു. എന്നാലും ഞാൻ ചന്ദ്രൻ്റെ ആ ഒരു ലെവലിൽ ഞാൻ പ്രതീക്ഷിച്ചു എന്നുള്ളൊരു വാക്കാട് പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ അച്ഛൻ ഭയങ്കരതായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. സാരില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അപ്പം എനിക്ക് മനസ്സിലായി, വല്യമ്മയ്ക്ക് അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. വല്യമ്മയുടെ നമുക്കറിയാലോ ടീച്ചേഴ്സിൻ്റെ ഉള്ളിലൊക്കെ എൻ്റെ അനിയൻ്റെ മോള് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഞാനിങ്ങനെ ലെവലിലേക്ക് വന്നു. വല്യമ്മ എന്നെ മോട്ടിവേറ്റ് ചെയ്യായിരുന്നു. അത് പക്ഷെ എനിക്ക് പിന്നീടാണ് മനസ്സിലായത് കേട്ടോ, മോട്ടിവേഷൻ ആയിരുന്നു. അന്നൊന്നും എനിക്ക് അത്ര പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. വല്യമ്മ ഇടയ്ക്ക് എന്നെ കാണുമ്പോൾ പറയും, എന്നാലും അത് വേണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ അങ്ങനെ ആ ഒരു കൊല്ലത്തെ യൂത്ത് ഫെസ്റ്റിവൽ അവസാനിച്ചു. വല്യമ്മ എന്നെ എന്താ പറയുക, ഇതുപോലെ ഇടയ്ക്ക് എന്നും പറയുമായിരുന്നു. പിന്നത്തെ കൊല്ലം യൂത്ത് ഫെസ്റ്റിവൽ വരെ പറയുമായിരുന്നു. എന്നാലും അങ്ങനെ ഒരു അതങ്ങനെ മോട്ടിവേഷൻ, നല്ലോണം മോട്ടിവേറ്റ് ചെയ്യുന്നത് എനിക്ക് അപ്പോഴേ അറിഞ്ഞില്ല കേട്ടോ. അന്ന് ഈ പറയണ പോലെ വല്യമ്മ വരുന്നുണ്ട്, വല്യമ്മയുടെ ക്ലാസ്സിൽ അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഇനി ഞാൻ കഥ പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ വീഡിയോ നീണ്ടുപോകും. അപ്പോൾ ഞാൻ അടുത്ത ട്രിപ്പിലേക്ക് വെക്കുകയാണ് കേട്ടോ എൻ്റെ കഥ. അടുത്തൊരു ദിവസം തന്നെ ബാക്കി കഥ പറയുന്നത് നല്ലത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ ഇനിയാണ് ഞാൻ കലാതിലകമായത് എങ്ങനെയാണെന്നുള്ള സ്റ്റോറി വരുന്നത്. അപ്പോൾ എല്ലാവരും കാണണം, കമൻസ് പറയണം. ഓക്കെ, പിന്നെ അന്നത്തെ നിർത്തട്ടെ. ബൈ.